ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രീൻ തണ്ടർ കോലാപ്പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തന്നെ കൈയടിക്കണം ഗൈസ്. ഇപ്പോൾ വെറുപ്പിക്കുന്നില്ല, നമ്മളിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ പറയാൻ നമുക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ ഫോണില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇതിനകത്ത് എഴുതി വെച്ചിട്ട് പറയുന്നത് ഗൈസ്. വീട് എവിടെയാണ്? എൻ്റെ വീട് ചെങ്ങന്നൂർ വന്നിട്ട് പൊറ്റമേൽക്കടവ് വരണം. എന്നിട്ട് അവിടുന്ന് ചാത്തമേൽക്കുറ്റി. ഇതാണ് എൻ്റെ വീട്. ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു നിമിഷം അത് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുറച്ച് സൗണ്ടിലാണ് പറയുന്നത്, കാരണം അപ്പുറത്ത് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ അഞ്ചുചേട്ടനെ ആദ്യമായിട്ട് കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് എന്നുവെച്ചാൽ അതെനിക്ക് പറയാൻ അറിയത്തില്ല. ഞങ്ങൾ കൊറോണ ടൈമിലാണ് കണ്ടത് ഫസ്റ്റ്. ഐ കോണ്ടാക്ട് സൂപ്പറായിരുന്നു, നല്ല രസമായിരുന്നു. ഞങ്ങൾ ഫേസ് ഫുള്ള് കണ്ടിട്ടില്ല. അതെ ഇങ്ങനെ ഉണ്ടോ, ഇതുപോലെ ഞങ്ങൾ കണ്ടത്. അവനും മാസ്ക്, ഞാനും മാസ്ക്. അതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നിമിഷമാണ്. കുറേ ഉണ്ട് അതിൽ. ഇതെനിക്ക് ഭയങ്കര ഞാൻ 80 വയസ്സായാലും ഞാൻ ചാകാൻ പോകുമ്പോഴാണെങ്കിലും എനിക്ക് ആദ്യമായിട്ട് കണ്ട് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല, ഒരിക്കലും. ഏജ് എത്രയാണ്? അപ്പം കഴിച്ച് എൻ്റെ ഏജ് 23. 2 മാസം കൂടെ കഴിഞ്ഞാൽ 24. യുവർ ജോബ്. ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ആയുർവേദ തെറാപ്പിസ്റ്റാണ്. അത് പറയുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മൂന്നാർ ആബഡയിലാണ്, ഒരു റിസോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ആയുർവേദത്തിൻ്റെ നമുക്കറിയാലോ, കുറേ തിരുമ്മൽ അത്ര നല്ല പണിയല്ല, ഇങ്ങനെ വരച്ചത് എങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അവർക്കൊന്നും ഒരു പണി പോലും ഇല്ലാത്തതായിരിക്കും. പിന്നെ ഞാൻ ആയുർവേദ നേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട് പഠിച്ചതൊന്നുമല്ല. എനിക്ക് എൻ്റെ സാഹചര്യം വെച്ച് എനിക്ക് വേറെ കോഴ്സ് പഠിക്കാൻ നിവർത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ചതാണ്. ഈ ജോബ് കൊണ്ട് എനിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതിനകത്തൊരു ഇതുമില്ല. കോട്ടയമാണോ? അല്ല, ഞാൻ ചെങ്ങന്നൂരാണ്. ഡെയിലി 9 മണിക്ക് ലൈവ് വരണം. അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത്, തോന്നുമ്പോൾ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 9 മണിക്ക് ലൈവ് വരുന്നത് ഞാനത് എടുത്തൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ ഇപ്പം ലൈവ് ഇടാൻ തോന്നി ഞാനപ്പോൾ ലൈവ് ഇടും. പിന്നെ ഞാൻ നല്ലോണം സംസാരിക്കുന്ന ആളാണ്. എന്നെ സൗണ്ടിൽ സംസാരിക്കുന്നത് ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബാക്കി ക്വസ്റ്റ്യൻ പോവാം. എവിടെയോ വർക്ക് ചെയ്യുന്നത്? വീഡിയോ കാണാറുണ്ട്, നല്ല പോസിറ്റീവാണ് കുട്ടി, കീപ് ഗോയിങ്. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഞാൻ വർക്ക് ചെയ്യുന്ന ആമ്പടയിൽ പള്ളിവാസലാണ് ചേച്ചി, ആയുർവേദ തെറാപ്പിസ്റ്റാണ്. താങ്ക് യു. ചേച്ചിയുടെയും ചേട്ടൻ്റെ കല്യാണം എന്നാണ്. എനിക്കിപ്പോൾ 24 വയസ്സാകാൻ പോകുന്നു. അവനാണെങ്കിൽ 26 വയസ്സാകാൻ പോകുന്നു. ഞങ്ങൾക്ക് ഇനി ഒത്തിരി സമയമുണ്ട് കല്യാണം കഴിക്കാൻ. ഞങ്ങൾ പിള്ളേരല്ലേ, ഞങ്ങൾ വലുതായിട്ട് കല്യാണം കഴിച്ചോളാം. ഇപ്പോഴൊന്നുമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വീഡിയോ കണ്ടല്ലോ, എന്ത് പറ്റി, ഇപ്പോൾ ഓക്കെ ആണോ? ഒരാളെങ്കിലും ചോദിച്ചല്ലോ. 2 ദിവസത്തിന് മുമ്പ് ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്കിനും കുറച്ച് പാനിപ്പൂരിയൊക്കെ തിന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡ് പോയ്സൺ ആയിട്ട് ആശുപത്രിയിൽ പോയി എൻ്റെ ട്രിപ്പൊക്കെ ഇട്ടു. ഇത് കണ്ടോ, ഇന്ന് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്നതാണ് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട്. ഇന്ന് അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കുന്നു. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ പീരിയഡ്സായതുകൊണ്ട് വയറുവേദനയുണ്ട്, വയ്യ. ചേച്ചിയുടെ റിലേഷൻ എത്ര നാളായി? ഞങ്ങളുടെ റിലേഷൻ ഇപ്പം 6 വർഷമാകുന്നു. പെട്ടെന്ന് ആ വർഷമൊക്കെ പോകുന്നത്. ആയുർവേദ നേഴ്സിംഗ് അല്ലേ പഠിച്ച്? എത്ര നാളായി? ഞാനിപ്പം ആയുർവേദ നേഴ്സിംഗ് പഠിച്ച് ജോലിയായിട്ട് 4 വർഷമാകുന്നു. ഞാൻ നാട്ടിൽ തന്നെയൊക്കെ എപ്പോഴും ജോലി ചെയ്യുന്നത്. നാട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ. കേരളത്തിന് വെളിയിലോട്ട് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് അതുപോലെ തന്നെ തിരിച്ചു വന്നു, ബാംഗ്ലൂരിൽ. അപ്പം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ കുറേ ക്വസ്റ്റ്യൻ ഹായ്, ഹലോ, മെസ്സേജ്, ODM, അത് ഇത് ഷൂട്ട് ചെയ്യുമോ, അങ്ങനത്തെ സംഭവമൊക്കെ ആയിരുന്നു. അപ്പം ഗൈസ്, കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്കറിയാം എൻ്റെ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ് എന്നും ഇൻസ്റ്റഗ്രാമിലുള്ള കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാം യൂട്യൂബിൽ നിന്ന് വന്നവരാ. അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. യൂട്യൂബിനെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല.
അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്കിനി വീഡിയോ ഇടേണ്ടതാണ്. ഞാൻ നല്ലോണം സംസാരിക്കും. ഗൈസ് ബൈ. അപ്പം വീഡിയോ കാണുന്നവരെല്ലാം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ടാറ്റാ ബൈ ബൈ.